കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാൻ ഉഷാ കൃഷ്ണമൂർത്തി. ഞാൻ ഒരു പാള കിട്ടിയപ്പോൾ അതുകൊണ്ടുള്ള ഓരോ പഴയ കാലങ്ങളിലേക്കൊക്കെ തിരിച്ചു പോയി. അതുപോലെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് എല്ലാവർക്കും കാണിക്കാം. കാണുന്നവരും ഉണ്ടാവും, കാണാത്തവരും ഉണ്ടാകും. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇത് അറിയാത്തവരും അറിയുന്നവരും ഉണ്ടാകും. മുത്തശ്ശിമാരെയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അവരെല്ലാം പറഞ്ഞു കൊടുത്ത കഥ പറഞ്ഞു കൊടുക്കുന്ന കൂടെ ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് കാണുമല്ലേ. നമ്മുടെയൊക്കെ വീടേ പണ്ട് ടൈലും സിമൻറ്റും ഒന്നും ആയിരുന്നില്ല, ഗ്രാനൈറ്റൊന്നും പതിച്ചിരുന്നില്ല. ചാണകം മെഴുകിയ വീടായിരുന്നു. മണ്ണിട്ട് നിലം തല്ലി എന്ന് പറഞ്ഞ ഒരു മരത്തിൻ്റെ ഒരു മുട്ടി പോലെ ഇരിക്കുന്ന ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് കൈ കൊണ്ടടിച്ചും നിന്നിട്ട് ഇടിച്ചും ഒക്കെയാണ് മണ്ണ് ഉറപ്പിച്ചിരുന്നത്. ശേഷം കുറേ മണ്ണ് കലക്കി ഒഴിച്ച് ശരിയാക്കിയെടുക്കും. പിന്നെ അത് മിനുസപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ച് ചാണകവും കരിയും എല്ലാം കൂടെ ചേർത്ത് കുഴച്ച് തേച്ചിട്ട് അതിലാണ് താമസിക്കുന്നത്. അന്നൊക്കെ ഈ പാളയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ തറയിൽ തേച്ച ചെളിയും മണ്ണും കരിയും ചാണകവും എല്ലാം മിക്സ് ചെയ്ത് തേച്ചതിനെ വൃത്തിയാക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ നൊസ്റ്റാൾജിയ ഉയർത്തിയെന്ന കാര്യങ്ങളാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട്. അപ്പോൾ ഈ പാള കൊണ്ടാണ് ഇങ്ങനെ ചാണകത്തെ കൈകൊണ്ടിങ്ങനെ തേക്കും. കൈകൊണ്ട് ചാണകവും കരിയും ഇങ്ങനെ തേച്ചിട്ട് അതിനെ മിനുസപ്പെടുത്തിയെടുത്ത ശേഷം ഇങ്ങനെ ഒന്ന് തേക്കും. അപ്പോൾ ചാണകവും കരിയും നീക്കി വെച്ച ശേഷമാണ് കുറച്ച് വെള്ളം തളിച്ച് ഇങ്ങനെ കുടഞ്ഞിട്ടിട്ട് കൈകൊണ്ട് അതിനെ ഇങ്ങനെ നന്നായിട്ട് മിനുക്കിയെടുക്കും. ഇന്നത്തെ സിമൻ്റ് ഇട്ട തറയേക്കാൾ എത്രയോ നല്ലതായിരുന്നു അതിൽ പായ വിരിച്ച് കിടക്കുന്നത്. അതിൻ്റെ ഒക്കെ ഒരു ഓർമ്മകൾ വല്ലാത്തൊരു ഫീലിംഗാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റൂമൊക്കെ തൂക്കണത് ഇതിൻ്റെ പട്ട കൊണ്ടുള്ള ചൂല് കൊണ്ടായിരുന്നു. ഇന്നത്തെ പ്ലാസ്റ്റിക് ചൂലും ഒന്നും ആയിരുന്നില്ല. അവിടെ കിടന്നാൽ ഫാന് വേണ്ട, അഥവാ ചൂടുണ്ട് വിയർക്കുകയാണെങ്കിൽ അതിനുള്ള വിശറിയാണിത്. ഈ വിശറിയിലായിരുന്നു. പിന്നെ പാളത്തൊപ്പി ഉണ്ടാക്കുമായിരുന്നു. പാടത്ത് പണിയെടുക്കുന്ന പിന്നെ കാളയെ വെച്ച് ഉഴുതുമറിക്കുന്നവരൊക്കെ തലയിൽ ഈ പാള കൊണ്ടുള്ളൊരു തൊപ്പി ഉണ്ടാകുമായിരുന്നു. മുളങ്കമ്പ് കൊണ്ട് കുത്തി ഇല്ലി ഉണ്ടല്ലോ, മുളയുടെ ശിഖരങ്ങൾ അതിൽ നിന്നും എടുത്ത് അതുകൊണ്ട് കുത്തുമായിരുന്നു. എങ്ങനെ അതൊക്കെയാണ് വിശറിയുടെ ഉപയോഗം പറഞ്ഞു, പാളയുടെ ഉപയോഗം പറഞ്ഞു. ഇനി ഈ കുഞ്ഞു കഷ്ണങ്ങൾ അമ്മിയിൽ മുളക് അരയ്ക്കുമ്പോഴും തേങ്ങ അരയ്ക്കുമ്പോഴും ചമ്മന്തി അരച്ചാലൊക്കെ അമ്മിക്കല്ലിൽ അരച്ചല്ലേ അന്നൊക്കെ കറി ഉണ്ടാക്കി. ഇപ്പോഴല്ലേ മിക്സിയൊക്കെ, ഇപ്പോൾ മിക്സി ഉണ്ട്, ഇപ്പോൾ വാങ്ങാനും ഉണ്ട്. അന്ന് അമ്മിക്കല്ലിൽ ചമ്മന്തി അരച്ചാലും തേങ്ങ കറിക്ക് വേണ്ടി അരച്ചാലും മുളക് ഒന്നും പൊടിയായിരുന്നില്ല. മുളക് അങ്ങനെ കുതിർത്ത് ഇത്തിരി വെള്ളം കുടഞ്ഞ് അരച്ചെടുക്കും. അപ്പോൾ കയ്യിലാകുമ്പോൾ ഭയങ്കര പുകയിലായിരിക്കും. കൈ കൊണ്ടാണ് അത് അഭ്യാസം ചെയ്യുന്നത്. പാള കിട്ടുന്ന സമയത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുളകിനെ ഇങ്ങനെ അമ്മിക്കല്ലിൽ നിന്നും അരച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ കഷ്ണങ്ങൾ ഉപയോഗിക്കുന്നത്. വേനൽക്കാലത്ത് ഇത്തരം കഷ്ണങ്ങൾ ഉണ്ടാക്കി കവറിലിട്ട് ഉണക്കി കവറിലിട്ട് വയ്ക്കും. അടുപ്പ് കത്തിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അടുപ്പിന് നേരെ പുക വരുന്ന സ്ഥലത്തായതുകൊണ്ട് ഇതെല്ലാം നല്ല ഈടുള്ളതായിരുന്നു. നല്ല ഉറപ്പോടുകൂടി ഇരിക്കും, കേട് വരത്തില്ല. ഇതാണ് ഞാൻ ഇന്നലെ പാടത്തോടെയൊക്കെ പോയപ്പോൾ എനിക്ക് പാള കിട്ടിയപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. പാളയുടെ അറ്റത്തുള്ള പട്ട എന്ന് പറയുന്നത് കൊണ്ട് ചൂലുണ്ടാക്കണം. അത് വെയിലത്തിട്ടിട്ടുണ്ട് ഒന്നുണങ്ങാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് അതിനെ ഒരു വലിപ്പം ക്രമമനുസരിച്ച് മുറിച്ചെടുത്തിട്ട് അതിന് വാഴനാര് കൊണ്ടാണ് കിട്ടുന്നത്. ഇത്രയൊക്കെയാണ് എൻ്റെ പഴയകാല ഓർമ്മയിലേക്ക് കൊണ്ടുപോയത്. ഇനിയും ഒരുപാട് പഴയ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ പുതിയ തലമുറ ഇതേ പാള വെച്ചിട്ടുള്ള പാത്രങ്ങളിലാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ മിക്ക കടകളിലും ഇതേപോലെ പാള കൊണ്ടുള്ള പാത്രത്തിൽ പ്ലേറ്റ്, ഗ്ലാസ്, കുഞ്ഞു പാത്രങ്ങൾ എല്ലാം ഉണ്ട്, വാങ്ങിക്കാൻ കിട്ടും. ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോഴത്തെ ഈ പ്ലാസ്റ്റിക്കിന് നിർമ്മാർജ്ജനത്തിന് ഏറ്റവും നല്ലതാണ് പാള പ്ലേറ്റ്, പാള ഗ്ലാസ്സിലൊക്കെ ഭക്ഷണം കൊടുക്കുന്നതും. അങ്ങനെ ഒരു സംസ്കരിച്ചാണെങ്കിലും ഇത്തിരി വില കൊടുത്താലും അങ്ങനെയൊക്കെ ഒരു വഴി കണ്ടെത്തിയതിൽ വളരെ സന്തോഷമാണ്. ഇത്തരം പുതിയ തലമുറയെ പഴയതിൻ്റെ പുതിയ വേർഷനായിട്ട് കൊണ്ടുവന്നതിൽ. ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട എല്ലാവർക്കും നല്ലൊരു സന്തോഷവും സ്നേഹവും സമ്മാനിക്കുന്നു.
അതോടുകൂടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.